അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാം തിരുവചനം. സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരരെ, ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ ലൗകികമായ ഉന്നമനത്തിന് വേണ്ടി, ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി എത്രമാത്രം നാം ഓരോരുത്തരും അധ്വാനിക്കാറുണ്ട്. പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ എത്ര കണ്ട് ഓരോ കാര്യത്തിനും വേണ്ടി അധ്വാനിക്കുന്നു. പക്ഷേ ആത്മീയ നേട്ടങ്ങൾക്ക് വേണ്ടി നാം ഓരോരുത്തരും എത്ര കണ്ട് പരിശ്രമിക്കാറുണ്ട്. ആത്മീയത നേടാൻ, ആത്മീയ നേട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിത്യരക്ഷ അഥവാ സ്വർഗം നേടാൻ നാം ഓരോരുത്തരും എത്ര കണ്ട് അധ്വാനിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. ഈശോ അതാണ് നമ്മോട് പറയുക. സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. ആത്മീയത നേടുന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന് ആരും വിചാരിക്കരുത്. ആത്മീയ നേട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിത്യരക്ഷ അഥവാ സ്വർഗം നേടുന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന് ആരും വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൗകിക ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയ നേട്ടങ്ങൾക്ക് വേണ്ടി നാം നിരന്തരം പരിശ്രമിക്കുക എന്നത്. ഇതിന് തീർച്ചയായും നമ്മുടെ കഴിവിൽ മാത്രം നാം ആശ്രയിച്ചാൽ പോരാ. ദൈവത്തിൻ്റെ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏവരെയും നിരന്തരം പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ലൗകിക ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്നു. പക്ഷെ പലപ്പോഴും ആത്മീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കാൻ മറന്നു പോകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആത്മീയ നേട്ടങ്ങൾക്ക് വേണ്ടി കൂടി ഞങ്ങൾ പരിശ്രമിക്കണം എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാറിയ ഔസപിതാവേ, സകല വിശുദ്ധരെ, മാലാഖാമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.